പാഠം 599 കുറുക്ക് വഴികളുടെ കുഴപ്പം. ഈശ്വര, ചെടിയെല്ലാം വാടിക്കഴിഞ്ഞല്ലോ. ഇതെന്ത് പറ്റി? വെള്ളം ഒഴിക്കാറില്ലേ? എന്താ മോനട്ടാ? നീ ചെടിയൊക്കെ നോക്കിയേ, നല്ല വാട്ടമുണ്ട്. ഇന്നലെ ഇതിനൊന്ന് വെള്ളം ഒഴിച്ചില്ലേ? ഇന്നലെ വെള്ളം ഒഴിക്കാൻ മറന്നുപോയി. മറന്നുപോയോ? അങ്ങനെ മറന്നുപോയി? സാധാരണ ആളുകൾ ഓരോരോ കാര്യങ്ങൾ മറന്നു പോകുന്ന എങ്ങനെയാ, അതുപോലെ ഞാനും മറന്നുപോയി. അതുപോട്ടെ, നീ ഇന്നലെ രാവിലെ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. ഉച്ചക്ക്? രാത്രി നമ്മൾ ഒരുമിച്ചല്ലേ മോനട്ട ഭക്ഷണം കഴിച്ചത്? അപ്പൊ നിന്റെ ഒരു കാര്യം നീ മറന്നില്ല. നിനക്ക് വിശന്നപ്പോഴൊക്കെ നീ കൃത്യമായ ആഹാരം അകത്താക്കി. പക്ഷെ മിണ്ടാപ്രാണികളായി ഈ ചെടികളുടെ കാര്യം നീ മലന്നുപോയി. മോഹനട്ട, ഇതിന് മാത്രം ബഹളം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, മനുഷ്യരാകുമ്പോ ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ മറന്നുപോകും. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ല എന്ന് കരുതി ആ ചെടി അങ്ങ് വാടിക്കരിഞ്ഞങ്ങ് പോകാനൊന്നും പോകുന്നില്ല. നിനക്കൊരു തെറ്റുപറ്റി എന്ന് സമ്മതിക്കാൻ നിനക്ക് വയ്യ. സ്വന്തം വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന ചെടികൾക്ക് വെള്ളമൊഴിക്കാൻ പോലും മറന്നു പോകുന്ന നീ വല്ലവരുടെയും കേസ് വാദിക്കാമെന്ന് ഏറ്റിട്ട് അതും മറന്നു പോകുമല്ലോ. അങ്ങനെ ഞാൻ കേസ് വാദിക്കാൻ മറന്നുപോയതിന്റെ പേരില് ഇത്രയും കാലത്തിനിടയ്ക്ക് എത്ര പ്രശ്നം ഉണ്ടായി? മോഹനേട്ടാ, വഴക്കുണ്ടാക്കാൻ ഒരു കാരണം അന്വേഷിക്കുവാണെങ്കിൽ അത് പറ. മോഹനേട്ടൻ ഇവിടുന്ന് തനിയെ വഴക്കുണ്ടാക്കിയുള്ളൂ. എനിക്കതിന്റെ കൂടെ കൂടാൻ നേരമില്ല. പിന്നെ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞന കുത്തല്ലേ വേണ്ടത്. ഒരു തെറ്റ് പറ്റിയാൽ അത് സമ്മതിക്കണം. ഇന്നലെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ മറന്നുപോയി, ഇന്ന് ഞാൻ വെള്ളം ഒഴിച്ചോളാം എന്ന് പറയാൻ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പക്ഷേ അത്രയും പോലും താഴാൻ നീ തയ്യാറല്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്തായാലും മോഹനേട്ടൻ രാവിലെ ഇത്രയും പറഞ്ഞതല്ലേ, ഇനി ഈ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ എനിക്ക് മനസ്സില്ല. ഈ വീടും ചെടിയൊന്നും എന്റേത് മാത്രമാണോ? അല്ലല്ലോ, സാറിന് വെള്ളം ഒഴിച്ചാൽ മതി. ഞാനോ? എന്താണ് ഞാൻ വെള്ളം ഒഴിച്ചാല്? സത്യഭാവം വെള്ളം ഒഴിക്കുന്ന ഓർത്തിരിക്കണ്ട മോഹനേട്ടൻ. ഇതൊക്കെ കരിഞ്ഞു പോയാലും ഇനി ഞാൻ വെള്ളം ഒഴിക്കില്ല. ചെടിയുടെ അത്രയ്ക്ക് സ്നേഹമാണെങ്കിൽ തന്നെ വെള്ളം ഒഴിക്ക്. അല്ല പിന്നെ ചുമ്മാ രാവിലെ വഴക്കുണ്ടാക്കാൻ വന്നോളൂ. മുഴുവൻ ഹലോ, അതെ, മോഹനകൃഷ്ണനാണ്. നമസ്കാരം സാർ. ഓ സാർ, ആ ഫയലൊക്കെ റെഡിയാണ്. ഞാൻ കൃത്യം 10 മണിക്ക് വില്ലേജ് ഓഫീസിലെത്തും. അവിടെ നിന്ന് കൃത്യം 10:30 പുറപ്പെട്ടാലും 11 മണിക്ക് ഞാൻ താലൂക്ക് ഓഫീസിലെത്തിയിരിക്കും. ശരി സാർ. തഹസിൽദാരാ, സർക്കാർ ആശുപത്രിക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി എനിക്ക് 11 മണിക്ക് താലൂക്ക് ഓഫീസിലെത്തണം. നീ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ മറന്ന പോലെ എനിക്ക് സർക്കാർ കാര്യങ്ങൾ മറക്കാൻ പറ്റില്ലല്ലോ. ശിശുപാലൻ ഫയലെടുത്ത് വെച്ചെന്തോ കഷ്ടം തന്നെ. ഹലോ, ശിശുപാല, ഞാനാ മോഹനകൃഷ്ണൻ സാറ്. നമസ്കാരം സാർ. താലൂക്ക് ഓഫീസ് കൊടുക്കാനുള്ള ഫയലിന്റെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അത് ഓർമ്മയുണ്ടോ? അത് മറന്നുപോയോ? ആശുപത്രിക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ ഫയലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി സാർ. രാവിലെ 11 മണിക്ക് ഫയൽ താലൂക്ക് ഓഫീസിൽ എത്തിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാവിലെ വരുമ്പോ അതെടുത്ത് വെച്ചിരിക്കണം. സാർ, അത് ഒരു പ്രശ്നമുണ്ട് സാർ. എന്ത് പ്രശ്നം? ഇന്നലെ വൈകിട്ട് ജംഗ്ഷനിലെ പുറമ്പോക്ക് ഭൂമി അളക്കാൻ പോകുമ്പോഴാണല്ലോ സാർ ആ ഫയലിന്റെ കാര്യം പറഞ്ഞത്. അതെ, സാറ് പോയപ്പോ മുതൽ ഞാൻ ആ ഫയൽ നോക്കുകയായിരുന്നു. അത് ആഫീസിലില്ല സാർ.
ആഫീസിലില്ലേ? പിന്നെ അവിടെ പോയി? അറിയില്ല സാർ. 5:30 മണിവരെ ഞാനത് നോക്കി, കണ്ടില്ല. ശിശുപാലൻ എന്തൊക്കെയാ പറയുന്നത്? അതൊരു സർക്കാർ രഹസ്യരേഖയാണ്. അത് വില്ലേജ് ഓഫീസ് ഇല്ലെന്ന് പറഞ്ഞ ഞാൻ എല്ലായിടത്തും നോക്കി സാർ. എനിക്കൊന്നും കേൾക്കണ്ട. 10 മണിക്ക് ഓഫീസിലെത്തുമ്പോൾ ആ ഫയൽ കണ്ടില്ലെങ്കിൽ വിവരം അറിയും. നിങ്ങൾക്ക് ഇതൊക്കെ തമാശയാണോ? തമാശ കളിക്കണമെന്നുള്ളവർ ജോലി രാജിവെച്ച് വീട്ടിൽ പോയിരിക്കണം. മനസ്സിലായോ? മനസ്സിലായി സാർ. ശരി, ഓഫീസ് പോയി ഫയൽ എടുത്ത് നോക്കി. 11 മണിക്ക് അത് താലൂക്ക് ഓഫീസിൽ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ശിശുപാലൻ വിവരം അറിയും. ഇവരൊക്കെ ഇങ്ങനെ ഉത്തരവാദിത്ത ബോധമില്ലാതെ പെരുമാറിയ ഞാൻ എന്ത് ചെയ്യും? താലൂക്ക് ഓഫീസ് കൊടുക്കുന്ന ഫയല് ഇവർക്കൊക്കെ തമാശയാ. എന്താണ് കാര്യം? അതെന്താന്ന് പറ. കാര്യം നിനക്ക് മനസ്സിലായില്ലേ? ആശുപത്രിക്ക് സ്ഥലം ഏറ്റെടുക്കാനുള്ള ഫയലാണത്. ഇന്ന് 11 മണിക്ക് മുമ്പ് അത് താലൂക്ക് ഓഫീസിൽ എത്തിക്കാമെന്ന് ഞാൻ പറഞ്ഞത് നീ കേട്ടതല്ലേ? ഓ, കേട്ടു. ഇന്നലെ വൈകിട്ട് 4 മണിക്ക് ഞാൻ തഹസിൽദാരെ കാണാൻ പോകാൻ ഇറങ്ങുമ്പോ ശിശുപാലനെ വിളിച്ച് പറഞ്ഞിരുന്നു, ശിശുപാല, ഞാൻ രാവിലെ വരുന്നതിന് മുമ്പ് ആ ഫയൽ എടുത്ത് വെച്ചേക്കണം എന്ന്. ഇപ്പൊ ചോദിച്ചപ്പോ പറയുക, ഇന്നലെ വൈകിട്ട് ആഫീസ് മുഴുവൻ നോക്കി ഫയല് കണ്ടില്ല സാറേ എന്ന്. ഫയലോടെ പോണ എങ്ങും പോയിട്ടില്ല. ഇന്നലെ ശിശുപാലൻ അത് നോക്കിയില്ല. അത്ര തന്നെ കാര്യം. മറന്നു പോയിട്ടുണ്ടാവും മോഹനേട്ടാ. രാവിലെ ആഫീസിൽ ചെന്ന പാടെ ശിശുപാലൻ ചേട്ടൻ അത് നോക്കിയെടുത്തോളും. മറന്നുപോയോ? അതെങ്ങനെ മറക്കും? ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു സർക്കാർ കാര്യം മറന്നു പോവുകയാണെങ്കിൽ ആ സർക്കാർ ഉദ്യോഗസ്ഥന് സർക്കാർ ശമ്പളം കൊടുക്കുന്നത് എന്തിനാണ്? ഇന്ന് ഞാൻ ആഫീസിൽ ചെല്ലുമ്പോൾ ആ ഫയൽ കിട്ടിയില്ലെങ്കിൽ ശിശുപാലൻ വിവരം അറിയും. അഹങ്കാരികളുണ്ട്, മറവിക്കാരും വന്നിരിക്കുന്നു. എന്ത് തെറ്റ് ചെയ്താലും ചോദിക്കുമ്പോ മറന്നുപോയി എന്ന് പറയാമല്ലോ. ഇവർക്ക് ഇങ്ങനെ സകല കാര്യങ്ങളും മറക്കുന്ന എങ്ങനെയാണ് ഞാൻ ആലോചിക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം മൂക്കൂട്ട കള്ളുടിക്കുന്ന കാര്യത്തിൽ ശിശുപാലന് ഒരു മറവിയില്ല. ഒരു ജോലി ഏൽപ്പിക്കുമ്പോ ഓർമ്മ താനെ അങ്ങ് പോവും. ചെടികളുടെ കോലം നോക്ക്. നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമില്ല. എല്ലാ ദിവസവും നിങ്ങൾക്ക് വെള്ളം തരണമെന്ന് ഞാൻ കൃത്യമായും ഭാമയോട് പറയാറുള്ളതാണ്. പക്ഷെ അവിടെ കേട്ടില്ല. അഹങ്കാരി. ഒരു ദിവസം അവൾക്ക് ഭക്ഷണം കിട്ടാൻ വരുമ്പോ അവൾ പഠിച്ചോളും. നിങ്ങൾ പറഞ്ഞ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ട് നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഞാൻ അവൾ ഒഴിക്കുന്നുണ്ടല്ലോ. ആരോടാ സംസാരം? ചെടികളോടാ. ചെടികളോടാകുമ്പോ ഒരു ഗുണമുണ്ട്, അവര് തിരിച്ച് തർക്കിക്കാൻ വരില്ലല്ലോ. അതെ, ആ മര്യാദ ചെടികൾക്കുണ്ട്, നിനക്കതില്ലല്ലോ. ആവശ്യമില്ലാതെ തർക്കിക്കാൻ വരുന്നവരോട് തിരിച്ചു തർക്കിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാൻ ആവശ്യമില്ലാതെ ആരോടും തർക്കിക്കാറില്ല. നീ ഈ ചെടികൾക്ക് വെള്ളം ഒഴിക്കാതിരുന്നത് തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. മറന്നുപോയിന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ മറക്കാൻ പാടില്ലല്ലോ. അപ്പൊ ശിശുപാലൻ ചേട്ടനോട് തർക്കിച്ചതോ? മേലുദ്യോഗസ്ഥനായ ഞാൻ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് കീഴുദ്യോഗസ്ഥനായ ശിശുപാലൻ മറന്നാൽ ഞാൻ എന്ത് ചെയ്യും? പിടിച്ചു കൊടുക്കണോ? ശിശുപാലൻ ചേട്ടനാണോ ഫയല് മറന്നത്? ഞാനോ? ഇതല്ലേ ആ ഫയൽ? ഇതെവിടെ നിന്ന് കിട്ടി? ഇത് മോഹനേട്ടന്റെ ബാഗിലുണ്ടായിരുന്നു. എന്റെ ബാഗിൽ എങ്ങനെ വന്നത്? അതെനിക്കാണോ അറിയാവുന്നത്? മോഹനേട്ടന്റെ ആഫീസിലെ ഫയൽ മോഹനേട്ടന്റെ ബാഗിൽ വരണമെങ്കിൽ അത് മോഹനേട്ടൻ തന്നെ വെച്ചതാവൂല്ലോ. എന്ത് പറ്റി? മിണ്ടായിട്ട് മുട്ടിപ്പോയോ? ഞാന് ഇന്നലെ താലൂക്ക് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ബാഗിലെടുത്ത് വെച്ച മറന്നുപോയി. അത് കൊള്ളാം. അപ്പൊ വില്ലേജ് ഓഫീസർക്ക് മറക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, ബാക്കിയുള്ളവർക്കൊന്നും അതില്ല. മനഃപൂർവ്വം മറന്നാലല്ലോ. ഞങ്ങളൊക്കെ മനഃപൂർവ്വം മറക്കുന്നതാണല്ലോ. ഈ ഫയലുമായിട്ട് വില്ലേജ് ഓഫീസറങ്ങ് ചെല്ല്. ശിശുപാലൻ ചേട്ടൻ തന്തയ്ക്ക് വിളിക്കും. രാവിലെ അത്രയ്ക്ക് അങ്ങോട്ട് പറഞ്ഞതല്ലേ. അത് ശരിയാണല്ലോ. ഫയൽ എന്റെ കയ്യിൽ ഇരുന്നു പറഞ്ഞാൽ ശിശുപാലൻ അവസരം ചൂഷണം ചെയ്യും. എന്താ ചെയ്യുക?
ഇവിടെയൊക്കെ ഞാൻ നോക്കി ശിശുപാലൻ ചേട്ടാ, ആ ഫയൽ ഇവിടെയൊന്നും ഇല്ല. എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മോഹനേഷ് സാർ വരുന്നതിന് മുമ്പ് ഫയൽ എടുത്ത് വെച്ചില്ലെങ്കിൽ സംഗതി പ്രശ്നമാവും. രാവിലെ ഞാൻ കേട്ട ചീത്തയ്ക്ക് ഒരു കണക്കുമില്ല. എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ നോക്കിയിട്ട് കാണാത്ത ഫയലിനെ നമ്മൾ ആകാശത്തിൽ നിന്ന് എടുത്തോണ്ട് വരൂ. എനിക്ക് തോന്നുന്നു അത് ആരും അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്നാ. എന്റെ പൊന്ന് കാഞ്ചന സാറേ, ആ ഐശ്വര്യമുള്ള നാക്ക് വളച്ചൊന്നും പറയരുതേ. അതൊരു സർക്കാർ ഫയലാ. സർക്കാർ ഫയൽ നഷ്ടപ്പെട്ടു എന്ന് പുറത്തറിഞ്ഞാൽ സംഗതി പ്രശ്നമാവും. പത്രത്തിൽ വാർത്ത വരും. പിന്നെ സസ്പെൻഷൻ വാങ്ങി വീട്ടിൽ ഇരുന്നാ മതി. ഈശ്വര, എന്നാൽ ഇത് അവിടെ കൊണ്ട് വെച്ചു. ഇന്നലെ ഉച്ചക്കൂടെ ഞാൻ ആ ഫയലിവിടെ കണ്ടതാണല്ലോ. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ വന്ന ആരോ ഒരാൾ അത് അടിച്ചു മാറ്റിന്ന് ഉറപ്പാ. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആരൊക്കെ ശിശുപാലൻ ചേട്ടാ ഇവിടെ വന്നത്? എന്റെ കാഞ്ചന സാറേ, ഒരു ദിവസം വില്ലേജ് ഓഫീസിൽ വരുന്നവരുടെ മുഴുവൻ ലിസ്റ്റ് എടുക്കാൻ പറ്റുമോ? എന്റെ ഓർമ്മയിൽ ഒരു 25 പേരെങ്കിലും വന്നിട്ടുണ്ടാവും. ഭഗവാനെ, രാവിലെ തഹസിൽദാരുടെ അടുത്ത് എത്തിക്കേണ്ട ഫയലാ അത്. മണി 10 കഴിഞ്ഞു. മോഹനേഷ് സാർ ഏത് നിമിഷവും കയറി വരും. ഇവിടെ വന്ന പാടെ ഒറ്റ ചോദ്യമായിരിക്കും, ശിശുപാല, താലൂക്ക് ഓഫീസിൽ കൊടുക്കേണ്ട ഫയൽ എവിടെയെന്ന്. ഞാൻ എന്ത് മറുപടി പറയും പ്രൊഫസറെ? ഇന്ന് ഈ ഓഫീസ് ചോരക്കളാവും, നോക്കിക്കോ. സാറേ, സാറേ, ആ സാറേ നമസ്കാരം. സാർ പോ ഇറങ്ങിയ? ഇന്നത് നേരത്തെ ആണല്ലോ. എനിക്ക് രാവിലെ താലൂക്ക് ഓഫീസിൽ ഒന്ന് പോണം. അത് കഴിഞ്ഞിട്ട് വേണം വില്ലേജ് ഓഫീസിലേക്ക് ചെല്ലാൻ. ആ പിന്നെ സാറേ, ആ തോമസ് കുട്ടിയുടെ സ്ഥലം അളക്കുന്ന കാര്യം എന്തായി? ഇന്നെങ്കിലും സമയം കിട്ടുമോ? പ്രയാസമാണ് ഉത്തമ. ഇന്ന് സാറ് ഭയങ്കര തിരക്കിലായിരിക്കും. രാവിലെ ഒരു കാര്യമില്ലാതെ ശിശുപാലൻ ചേട്ടനെ ചീത്ത വിളിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ധൃതിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് സാറേ പ്രശ്നം? പിന്നെ ഞാൻ താലൂക്ക് ഓഫീസിലേക്കാണ് പോയതെന്ന കാര്യം ഉത്തമൻ ആരോട് പറയാൻ നിൽക്കണ്ട. എന്ന് വെച്ചാ പിന്നല്ല, എന്താണ് വക്കീലെ പ്രശ്നം? ഒരു ഫയൽ എടുത്തു വെക്കാൻ ഇന്നലെ മോഹനയുടെ ശിശുപാലൻ ചേട്ടനോട് പറഞ്ഞിരുന്നു. രാവിലെ മോഹനയുടെ വിളിച്ചപ്പോ ആ ഫയൽ കാണാനില്ല എന്ന് ശിശുപാലൻ ചേട്ടൻ പറഞ്ഞു. അതിന്റെ പേര് ശിശുപാലൻ ചേട്ടന് ഇനി പറയാനൊന്നും ബാക്കിയില്ല. ചീത്തവിളിയൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഫയൽ ഇവിടെ തന്നെയുണ്ട്. മറവ് പറ്റിയത് മോഹനേട്ടനായിരുന്നു. അത് പക്ഷെ ആപ്പീസിൽ പോയി സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ശിശുപാലൻ ചേട്ടൻ തിരിച്ചെന്തെങ്കിലും പറയും. അതുകൊണ്ട് ആരും കാണാതെ ഫയൽ താലൂക്ക് ഓഫീസിൽ എത്തിക്കാനുള്ള പോക്കാണ് പോയത്. അപ്പോഴെന്ത്? ശിശുപാലൻ ചേട്ടനും സ്വയം പ്രഭയും കാഞ്ചനയും ഒരിക്കലും കിട്ടാത്ത ആ ഫയൽ ഇങ്ങനെ തപ്പി നോക്കിക്കൊണ്ടേയിരിക്കും. കയ്യിലുള്ള ഫയൽ താലൂക്ക് ഓഫീസിൽ എത്തിച്ച് മോഹനിട്ട് തടിതപ്പും. അത്രേ ഉള്ളു കാര്യം. ഓ ചേട്ടാ, ഇത് എവിടെയാ വെച്ചിരിക്കുന്നത്? അയ്യോ പ്രൊഫസറെ, മണി 10:45. മോഹനേഷ് സാർ എന്താ വരാത്തെ? കൃത്യം 10 മണിക്ക് വരുന്ന ആളാണല്ലോ. ഇനിയിപ്പോ മോഹനേഷ് സാർ വരാത്തതാണോ ശിശുപാലൻ ചേട്ടന്റെ വിഷമം? സാറ് പറ്റുന്നിടത്തോളം താമസിക്കട്ടെ എന്നാ ഞാൻ വിചാരിക്കുന്നത്. വന്ന കാരണം ഫയലോടെ എടുത്തു കൊടുക്കും. പക്ഷെ എന്നാലും ആ ഫയൽ എവിടാന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഞാൻ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചത് നല്ല ഓർമ്മയുണ്ട് എനിക്ക്. ഇനി ഒന്ന് ആലോചിക്കണ്ടേ ശിശുപാലൻ ചേട്ടാ? ആ ഫയൽ ഇവിടെ ഇല്ലെന്നുള്ള കാര്യം ഉറപ്പായി. പുറത്തുനിന്ന് വന്ന ആരോ ഒരാൾ നമ്മൾ അറിയാതെ അത് അടിച്ചോണ്ട് പോയി. സർക്കാർ ആശുപത്രിക്ക് സ്ഥലം ഏറ്റെടുക്കാനുള്ള ഫയൽ മോഷ്ടിച്ചോണ്ട് പോയിട്ട് എന്ത് ചെയ്യാനാ? അതൊക്കെ കൊണ്ടുപോയ ആൾക്കറിയാം. അവർക്ക് എന്തെങ്കിലും ആവശ്യം കാണും. എന്നാലും ഇത് എവിടെ പോയതാണ് കൃഷ്ണ? നമസ്കാരം സാർ. നമസ്കാരം. അല്ല, ഇതെന്ത് പറ്റി? വല്ല ഭൂകമ്പം ഉണ്ടായോ? ഒന്നും പറയണ്ട എന്റെ ദാമോദര. ഞങ്ങൾ രാവിലെ മുതൽ ഒരു ഫയൽ തപ്പുക, കാണാനില്ല. മോഹനേഷ് സാർ വരുന്നതിന് മുമ്പ് അത് കണ്ടുപിടിക്കണം. അല്ല നീ എന്താ രാവിലെ? അല്ല, ഞാൻ ആ കൈവശാവകാശ സർട്ടിഫിക്കറ്റിനെ അപേക്ഷ തന്നിരുന്നു. ഇന്നലെ വന്നപ്പോ പറഞ്ഞു മോഹനേഷ് സാർ ഒപ്പിട്ടിട്ടില്ല, ഇന്ന് വരാൻ. സംഭവമൊക്കെ ശരിയാ. പക്ഷേ മോഹനേഷ് സാർ ഇതുവരെ എത്തിയിട്ടില്ല. എന്താ താമസിക്കുന്നറിയില്ല. സാറ് വന്നാലേ കാര്യം നടക്കൂ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് ഉച്ച കഴിഞ്ഞ് വരാം. ആ പിന്നെ ദാമോദര, നീ ഇന്നലെ എപ്പോഴാ വന്നത്? ഞാൻ ഇന്നലെ ഉച്ച കഴിഞ്ഞ്. നീ പോകുമ്പോ ഇവിടെ ഒരു നീല ഫയൽ ഉണ്ടായിരുന്നില്ലേ? നീല ഫയലോ? ആ, ഒന്ന് ഓർത്ത് നോക്ക്. ഇതെന്ത് പാട്? അല്ല, വല്ല കയ്യബദ്ധവും പറ്റി നീ അത് എടുത്തോണ്ട് പോയോ എന്ന് ചോദിക്കേ. ഒന്നും അങ്ങനെയൊന്നുമില്ല. അല്ല, മനപ്രയാസത്തില് ഫയൽ മാറിപ്പോയോ അങ്ങനെ വല്ലതും? എന്റെ ശിശുപാലൻ ചേട്ടാ,
ഞാൻ കൈവീശി വന്നു, കൈവീശി തന്നെ തിരിച്ചു പോയി. അല്ലെങ്കിൽ തന്നെ വില്ലേജ് ഓഫീസിലെ ഫയൽ എനിക്കെന്തിനാ? അല്ല, കുന്തം പോയാൽ കുടത്തിലും തപ്പണം എന്നാണല്ലോ പ്രമാണം. അല്ല, നീ പോകുമ്പോഴേ വേറെ ഇവിടെ ആരുണ്ടായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കി. ആ ടയർ കട നടത്തുന്ന ജോണിക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. ആ ശരിയാ ശരിയാ, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ നീ കേട്ടോ. ശരി ഇപ്പോ. പ്രൊഫസറെ, സാറിന്റെ വീട്ടിന്റെ അടുത്താണല്ലോ ജോണിക്കുട്ടി താമസിക്കുന്നേ. അവനൊന്ന് വിളിക്കേ. ചിലപ്പോ അവന്റെ കാണുമായിരിക്കും. ആ ജോണിക്കുട്ടി, ഞാനാ സ്വയംപ്രഭ. ജോണിക്കുട്ടി ഇന്നലെ ഓഫീസിൽ വന്ന് പോയപ്പോ ഇവിടെ നിന്ന് വല്ലതും എടുത്തോണ്ട് പോയായിരുന്നു? അല്ല, ഒരു നീല ഫയല്. ആ, ഇവിടെ ഇന്നലെ ഉച്ചയ്ക്ക് അത് ഉണ്ടായിരുന്നു. ഇപ്പൊ കാണാനില്ല. ഇല്ലേ? ആ ശരി. ജോണിക്കുട്ടി വന്നപ്പോ ഇവിടെ വേറെ ആരാ ഉണ്ടായിരുന്നേ? നമസ്കാരം സാർ. സാറിന്ന് താമസിച്ചാണല്ലോ വരുന്നത്. ഒട്ടും താമസിച്ചിട്ടില്ല. എനിക്ക് രാവിലെ താലൂക്ക് ഓഫീസിൽ പോകേണ്ട കാര്യമുണ്ടായിരുന്നു. അതും എന്റെ ജോലിയുടെ ഭാഗമാണല്ലോ. വില്ലേജ് ഓഫീസിൽ നിന്ന് എന്തോ ഫയൽ മോഷണം പോയെന്ന് പറയുന്നത് സത്യമാണോ സാറേ? ഫയലോ? ഏത് ഫയല്? അതൊന്നും എനിക്കറിയില്ല. ആ ദാമോദരൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് പറയുന്നത് കേട്ടു. ഏതോ ഫയൽ കാണാതെ പോയി, അത് ദാമോദരനാണ് എടുത്തതെന്ന് ശിശുപാല സാർ ചോദിച്ചെന്ന്. ഫയലൊന്നും മോഷണം പോയിട്ടില്ല. ഉണ്ടെന്ന് പറഞ്ഞ ശിശുപാല സാറാ. അവർ ആഫീസ് മുഴുവൻ തപ്പിയിട്ടും കിട്ടിയില്ല. അഹങ്കാരി. എടേ, അതൊക്കെ ചുമ്മാ പറയുന്നതാ. ഞാൻ അങ്ങനെ. ആ സാറേ, വില്ലേജ് ഓഫീസിലെ ഫയല് കാണാതെ പോയെന്ന് പറയുന്നത് കേട്ടല്ലോ സാറേ. നിങ്ങളൊക്കെ തന്നെ മുക്കിയതായിരിക്കും അല്ലേ? ഫയല് കാണാതെ പോയെന്ന് ജോണിക്കുട്ടിയോട് പറഞ്ഞു. ശിശുപാലൻ സാർ കുറച്ചു മുമ്പ് എന്റെ ഫോണിലോട്ട് വിളിച്ചായിരുന്നു. ഇന്നലെ ഓഫീസിൽ ചെന്നപ്പോഴേ ഞാൻ ഏതെങ്കിലും ഫയൽ എടുത്തോണ്ട് പോയോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചെങ്കിൽ എന്താണോ അതിന്റെ അർത്ഥം? ഫയല് മോഷണം പോയിന്നല്ലേ? നാട്ടുകാർ മുഴുവൻ അറിഞ്ഞല്ലോ. ഇതൊരുമാതിരി പോക്കരുത്തനായിപ്പോയി. നമ്മളൊക്കെ എന്താ മണ്ടന്മാരാണോ? എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഞാനല്ലല്ലോ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. എനിക്കും അറിയില്ല. ഞങ്ങളിന്ന് മോനേറ്റ് സാറെ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. ശിശുപാലൻ ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ സാറിനോട് പറഞ്ഞാൽ മതി. ശിശുപാല, വില്ലേജ് ഓഫീസിൽ നിന്ന് ഫയല് മോഷണം പോയി എന്ന് ശിശുപാലൻ എന്തിനാ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു നടന്നത്? ഒരു സർക്കാർ ഫയൽ മോഷണം പോയാൽ അത് പുറത്തറിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്ന അറിയാമോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഫയല് കാണാതായ കാര്യം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ശിശുപാലൻ സമാധാനം പറയേണ്ടി വരും. സാറൊന്ന് നിന്നേ. രാവിലെ ആ ഫയല് കാണാതെ പോയെന്ന് ഞാൻ ഫോണിൽ പറഞ്ഞതിന് സാർ എന്നെ എന്തൊക്കെ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? സാറ് വരുന്നതിന് മുമ്പ് ഫയല് കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്റെ ജോലി വരെ കളയിക്കുമെന്ന് സാർ പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ ഞാൻ ഫയൽ അന്വേഷിക്കണ്ടേ? വില്ലേജ് ഓഫീസിലെ ഫയൽ നാട്ടുകാരോട് മുഴുവൻ അന്വേഷിക്കേണ്ട കാര്യം എന്താണ്? അല്ല, വില്ലേജ് ഓഫീസർ ആ ഫയൽ എടുത്ത് ആരും അറിയാതെ താലൂക്ക് ഓഫീസിൽ കൊണ്ടു കൊടുത്ത കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. സഹദേവ സാർ വിളിച്ചപ്പോഴല്ലേ ഞാൻ കാര്യം അറിയുന്നേ. സാറ് ഫയലുമായിട്ട് താലൂക്ക് ഓഫീസിൽ ചെന്നെന്ന് സഹദേവ സാർ പറഞ്ഞു. ആ ഫയൽ ഇവിടുന്ന് കൊണ്ടുപോയത് സാറാണെന്നുള്ള വിവരം സാറ് മറന്നുപോയി. എന്നിട്ട് എന്നെ കയറി തെറി വിളിക്കുക. ഒടുവിൽ ഫയൽ കിട്ടിയപ്പോ ഒന്നും മിണ്ടാതെ ആ ഫയലുമായിട്ട് താലൂക്ക് ഓഫീസിൽ പോയി. കുറച്ച് നാളായിട്ട് ഞാൻ നോക്കിയിരിക്കായിരുന്നു ഇങ്ങനെ ഒരു അവസരത്തിന്. അങ്ങനെ ആളെ പറ്റിച്ചാ ശരിയാവില്ലല്ലോ.
രാവിലെ വന്ന് പത്രം വായിക്കുന്ന സമയം, പത്രം പോലും സമയത്ത് വായിക്കാൻ കഴിയാത്ത ഇവളെങ്ങനെ വാക്യോലായി? ആഫീസിൽ നടന്ന കാര്യം വല്ലതും ഇവൾ അറിഞ്ഞിട്ടുണ്ടാവോ? കാണാതെ പോവാ. വില്ലേജ് ഓഫീസിൽ മോഷണം. കാന്തല്ലൂർ വില്ലേജ് ഓഫീസിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു ഫയൽ കാണാതായി. സർക്കാർ ആശുപത്രിക്കായി ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഫയലാണ് ഇന്നലെ ഉച്ച മുതൽ കാണാതായത്. വിവിധ ആവശ്യങ്ങൾക്കായി ആഫീസിൽ വന്നവരെ മോഷണവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തു വരികയാണ് ആഫീസ് ജീവനക്കാർ. ഫയല് നഷ്ടപ്പെട്ട വാർത്ത പുറത്തറിഞ്ഞതോടെ മേലുദ്യോഗസ്ഥന്മാർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഫയല് നഷ്ടപ്പെട്ടാലല്ലേ അന്വേഷണം തുടങ്ങേണ്ട കാര്യമുള്ളൂ. ഫയല് സുരക്ഷിതമായി താലൂക്ക് ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. അയ്യോ, മോഹനേട്ടൻ ഇതെപ്പെടുത്തി കുടിക്കാൻ ചായ വേണോ കാപ്പി വേണോ? അല്ല, മറവിയാണല്ലോ ഒരു മനുഷ്യജീവി ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യം. ജോലി ചെയ്ത് ക്ഷീണിച്ച് വൈകിട്ട് വീട്ടിൽ വന്ന് കയറുന്ന ഭർത്താവിന് ചായ കൊടുക്കാൻ മറന്നുപോയതിന്റെ പേരിൽ ഇനി എന്നെ എങ്ങാനും തൂക്കി കൊന്നാലോ? നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? ഏതൊക്കെ? വയൽ പോയെന്ന് നാട്ടുകാരറിഞ്ഞ കാര്യം? അത് കൊള്ളാം. ഞാനും ഈ നാട്ടുകാരിയല്ലേ, അപ്പൊ മറ്റു നാട്ടുകാർ അറിഞ്ഞു കൊടുത്തില്ല, ഞാൻ അറിഞ്ഞു. എന്താണ് സാറിനൊന്നും പറയാനില്ലേ? ഒരു കാര്യം കേൾക്കുന്ന പാടെ എടുത്തു ചാടല്ലേ മോഹനേട്ടാ, എടുത്തു ചാടല്ലേ മോഹനേട്ടാന്ന് ഞാനൊരു 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? പക്ഷെ എന്റെ മോഹനേട്ടൻ മാത്രം അത് കേൾക്കില്ല. രാവിലെ ഫോണിൽ ശിശുപാലൻ ചേട്ടനോട് മെക്കിട്ട് കയറിയതിന്റെ ഫലമല്ലേ ഇന്ന് അനുഭവിച്ചത് മുഴുവനും? ഇനി ഞാൻ അങ്ങനെയൊന്നുമല്ല, കുറച്ച് ശ്രദ്ധിച്ചേ എല്ലാം ചെയ്യൂ. എങ്ങനെ 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 എല്ലാം വളരെ സൂക്ഷിച്ചേ ചെയ്യുമെന്ന്. ഓനോ നല്ല കുട്ടി. തനിക്ക് പറ്റിയ തെറ്റിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ പറ്റുന്ന കുഴപ്പമാണ് മോഹനകൃഷ്ണൻ ഇന്ന് അനുഭവിച്ചത്. തന്റെ ഓർമ്മ പിശക് കൊണ്ടുണ്ടായ പുലിവാൽ വളഞ്ഞ വഴിക്ക് പരിഹരിക്കാനുള്ള ശ്രമവും വിലപ്പോയില്ല. സാരമില്ല, മോഹനകൃഷ്ണന് ഇങ്ങനെയൊക്കെ പറ്റാറുള്ളതാണല്ലോ എന്ന് ആശ്വസിച്ച് ഇന്നത്തേക്ക് വിടാം. ചില മിസ്റ്റേക്സ്, ബ്ലൂപ്പേഴ്സ് അല്ലെങ്കിൽ ഗൂഫപ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചതല്ല, കുറെ കാലമായിട്ട് ഇതിന്റെ പിന്നാലെ തന്നെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനോട് ചോദിച്ചു, ഒരുപാട് ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. പിന്നെ ചിലതൊക്കെ വെറും സില്ലി ആയിട്ട് തോന്നും, അത് പിന്നെ കോളം ഫില്ല് ചെയ്യാൻ വേണ്ടി എടുത്താണെന്ന് മാത്രം വിചാരിച്ചാൽ മതി.